ഹായ് മക്കളെ, കിഡ്മാക്സിലേക്ക് സ്വാഗതം. സുഖമല്ലേ നിങ്ങൾക്ക്? നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും 9ാം ക്ലാസ്സിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന 9ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഏരിയ എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കുറേ ഫോർമുലകളൊക്കെ ആയിരിക്കും ഓടി വരുന്നത്. എന്താണ്? നമ്മൾക്കറിയാം, ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഹാഫ് BH. സ്ക്വയറിൻ്റെ ഏരിയ കാണാൻ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ്. പിന്നെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനോ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നമുക്ക് സിമ്പിളായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഇനിയിപ്പോൾ എന്തായിരിക്കും ഇവിടെ പുതിയതായിട്ട് പഠിക്കാൻ പോകണേ? ഇതല്ലേ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത്? ഇന്ന് നമ്മൾ ട്രയാങ്കിളിൻ്റെ ഏരിയനെ സംബന്ധിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഇതുവരെ നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം. ഇപ്പോൾ നമ്മുടെ അടുത്തൊരു ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഇങ്ങനൊരു ട്രയാങ്കിൾ. ഇതിൻ്റെ ഈ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് 8 ആണ്. ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ട് 6 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഏരിയ മെഷർ ചെയ്യുക? ഏരിയ ഈക്വൽ ടു, നമുക്കറിയാം ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്? ഹാഫ് BH. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു, ഇവിടെ ബേസിൻ്റെ ലെങ്ത് എത്രയാ? 8 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 6. ദാറ്റ് ഈസ് ഇതിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 4 ഇൻറ്റു 6 എന്ത് കിട്ടും? നമുക്ക് 24 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ ഏരിയ എന്ന് കിട്ടും. ഇതൊക്കെ മിസ് ചെയ്യുന്ന എന്തിനാ പഠിപ്പിക്കണേ? ഇത് നമുക്ക് ആവശ്യമില്ലാന്നേ. നമുക്ക് ഇതല്ല ആവശ്യം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, 24 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണല്ലോ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. ഇതേ ഏരിയ ഉള്ള ഒരു 10 ട്രയാങ്കിളും കൂടി വരയ്ക്കാമോ? സെയിം ഏരിയ ഉള്ള മറ്റൊരു 10 ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ മുഖം പാടിയോ? എങ്കിൽ നമുക്കിനി ഒരു കൺഫ്യൂഷനും ഇല്ലാതെ എങ്ങനെയാണ് സെയിം ഏരിയ ഉള്ള ട്രയാങ്കിൾ വരയ്ക്കുന്നത് എന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിനു വേണ്ടി എന്ത് ചെയ്താൽ മതി എന്നറിയാമോ? ഈ ബേസ് ഇത് തന്നെയായിട്ട് കീപ്പ് ചെയ്യാം. നമുക്ക് ഒരേ ഏരിയ ഉള്ള ഡിഫറെൻറ്റ് ട്രയാങ്കിൾസ് ഇത് കൺസ്ട്രക്ട് ചെയ്യാനുള്ള മാർഗമാണ് പറയാൻ പോകുന്നത്. ബേസിന് മാറ്റമില്ലാതെ ബേസ് ഇങ്ങനെ ഇത് തന്നെ ഫിക്സ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഓപ്പോസിറ്റ് വെർട്ടെക്സിലൂടെ, ബേസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന വെർട്ടെക്സിലൂടെ എന്ത് ചെയ്യണം? ഒരു പാരലൽ ലൈൻ വരയ്ക്കണം. പാരലൽ ലൈൻ നമ്മൾ ഇതിന് ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സിലൂടെ ഈ ബേസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണ്. അങ്ങനെ നമ്മളൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ബേസ് കീപ്പ് ചെയ്തുകൊണ്ട്, അതായത് ഈ ബേസിന് മാറ്റമില്ലാതെ നമ്മൾ എത്ര ട്രയാങ്കിള് ഈ പാരലൽ ലൈനിൽ ടച്ച് ചെയ്ത് വരച്ചാൽ അതിനൊക്കെ സെയിം ഏരിയ ആയിരിക്കും. മനസ്സിലായില്ല? ഈ ബേസ് കീപ്പ് ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു എന്ന് വിചാരിക്കാം. കണ്ടോ? ബേസ് സെയിം ആക്കിക്കൊണ്ട് ഈ പാരലൽ ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ മറ്റൊരു ട്രയാങ്കിൾ ഇങ്ങനെ വരച്ചു. ബേസ് കറക്റ്റ് ആയിരിക്കണം, സെയിം തന്നെ ആയിരിക്കണം കേട്ടോ. ബേസിന്റെ 8 സെന്റിമീറ്റർ, അതായത് ഏതെങ്കിലും ഒരു സൈഡ് ഫിക്സ് ചെയ്ത് വെക്കണം, അത്രേ ഉള്ളൂ. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ എടുത്തു, ഇതിന്റെ നമ്മൾ ഇതാണ് ബേസ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ വശത്തൂടെ ഏത് വശം വേണമെങ്കിലും നമുക്ക് ബേസ് ആയിട്ട് ഫിക്സ് ചെയ്യാം. ഇതാണ് നമ്മൾ ബേസ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതിലൂടെ ഈ വെർട്ടെക്സിലൂടെ ഒരു പാരലൽ ലൈൻ വരയ്ക്കാം. ഈ വെർട്ടെക്സിലൂടെ ഇതുപോലെ ഒരു പാരലൽ ലൈൻ വരച്ചിട്ട് ഈ ബേസ് ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പാരലൽ ലൈനിലേക്ക് എത്ര ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്താലും ഓൾ ദ ട്രയാങ്കിൾസ് വിൽ ഹാവ് ദ സെയിം ഏരിയ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് പേര് കൊടുക്കാം. A, B, C നമ്മുടെ ആദ്യത്തെ ട്രയാങ്കിൾ. രണ്ടാമത്തെ ട്രയാങ്കിൾ ഇതിന് P എന്ന് കൊടുക്കാം, ഇതിന് Q എന്ന് കൊടുക്കാം. ഇപ്പം ഏതൊക്കെ ട്രയാങ്കിൾ ഉണ്ട്? ട്രയാങ്കിൾ ABC, പിന്നെ ഇവിടെ ട്രയാങ്കിൾ APB ആൻഡ് അനദർ ട്രയാങ്കിൾ AQB. ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്താ? ദേ ഹാവ് ദ സെയിം ബേസ്. ഇവിടെ നമ്മളൊരു ട്രയാങ്കിൾ മാർക്ക് ചെയ്തിരിക്കുന്നത് MNOP എന്ന് മാർക്ക് ചെയ്തേക്കാണ്. ഇവിടെ ബേസ് ഏതാണ്? MN ബേസ് ആയിക്കൊണ്ട് ഓപ്പോസിറ്റ് വെർട്ടെക്സിലൂടെ വരച്ചിരിക്കുന്ന പാരലൽ ലൈനിലേക്ക് നമ്മൾ എത്ര വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ട്രയാങ്കിൾസ് കൺസ്ട്രക്ട് ചെയ്ത് സെയിം ഏരിയ ഉള്ള ട്രയാങ്കിൾ ആണെന്നുള്ളത് കണ്ണടച്ച് പറയും. അതാണ് നമ്മൾ ഇതിൽ പഠിക്കുന്ന ഫസ്റ്റ് റിസൾട്ട്. എന്താണ്? അപ്പോൾ നമ്മൾ പഠിച്ച റിസൾട്ട് എന്തായിരുന്നു? All triangles with same base and area have their third vertices on a line parallel to the base. അതായത് സെയിം ബേസും ഏരിയയും ഉള്ള എല്ലാ ട്രയാങ്കിളിൻ്റെയും തേർഡ് വെർട്ടെക്സ് എവിടെയായിരിക്കും? ബേസിന് പാരലൽ ആയിട്ടുള്ള ലൈനിൽ.
കോൺവേഴ്സ്ലി തിരിച്ച് all triangles with the same base and the third vertex on a line parallel to the base have the same area. തിരിച്ച് പറഞ്ഞാൽ എങ്ങനെയാണ്? എല്ലാ ട്രയാങ്കിളും വിത്ത് സെയിം ബേസ്, ഒരേ ബേസും തേർഡ് വെർട്ടെക്സ് ഓൺ എ ലൈൻ പാരലൽ ടു ദ ബേസ്, മൂന്നാമത്തെ വെർട്ടെക്സ് ബേസിന് പാരലൽ ആയിട്ടുള്ള ലൈനിലുമാണെങ്കിൽ ദേ ഹാവ് സെയിം ഏരിയ. ഇതാണ് നമ്മൾ പഠിച്ച റിസൾട്ട്. എവരി ട്രയാങ്കിൾ വിത്ത് സെയിം ബേസ് and the third vertex on a line parallel to it have same area. Conversely, തിരിച്ചു ഇത് ശരിയാവും. എന്താണ് തിരിച്ചെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ട്രയാങ്കിളിൻ്റെ ബേസ് സെയിമും ഓപ്പോസിറ്റ് വെർട്ടെക്സ് എല്ലാം പാരലൽ ലൈനിലും ആണെങ്കിൽ നമുക്ക് കണ്ണടച്ചെന്ന് പറയാം ദേ ഹാവ് സെയിം ഏരിയ. ഇതാണ് ഫസ്റ്റ് റിസൾട്ട് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇതിനിങ്ങനെ വന്നത്? അത് നിങ്ങൾ പറയാൻ പറ്റുമോ? ഈ റിസൾട്ട് എന്തുകൊണ്ടായിരിക്കും അത് ശരിയായി വന്നതെന്നുള്ള കാരണം പറയാൻ പറ്റുമോ? കാരണമുണ്ട്. നോക്കിയേ, ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഹൈറ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 6 സെൻറ്റിമീറ്റർ അല്ലേ പറഞ്ഞത് അല്ലേ? ഇനി ഈ ട്രയാങ്കിളിൻ്റെ മക്കൾ എടുത്ത് നോക്കി, ഇത് റൈറ്റ് ട്രയാങ്കിളാണ് മിസ് വരച്ചിരിക്കുന്നത്. ഈ റൈറ്റ് ട്രയാങ്കിളും ഇത് പാരലൽ ലൈൻസ് ആണെങ്കിൽ എന്താ പാരലൽ ലൈൻസ്? രണ്ട് ലൈൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആണെങ്കിൽ അങ്ങനെയുള്ള ലൈൻസിനല്ലേ നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈനിനും എന്ത് തന്നെയായിരിക്കും ഡിസ്റ്റൻസ്? ഈ ലൈൻ തമ്മിൽ ഇപ്പോൾ ഇവിടെയുള്ള ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 6 ആണെങ്കിൽ ഇവിടെയും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 6 സെൻറ്റിമീറ്റർ. ഇവിടെയും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ എന്ത് വേണം? നമ്മൾ താഴോട്ട് ഇത് ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എവിടെ വരും? നമ്മുടെ ട്രയാങ്കിളിൻ്റെ പുറത്ത് വരും. അപ്പം നമ്മൾ ബേസ് മാറുന്നില്ല, പക്ഷെ നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് എങ്ങനെയാണ്? എപ്പോഴും ഒരു ഒബ്റ്റ്യൂസ് ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക? ഇങ്ങനെ ഒരു ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ ഉണ്ട്. ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ് അറിഞ്ഞാലല്ലേ നമുക്ക് ഏരിയ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെയാ ഓൾട്ടിറ്റ്യൂഡ് മെഷർ ചെയ്യാറ്? പുറത്തൂടെ ഒരു ഓൾട്ടിറ്റ്യൂഡ് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കും അല്ലേ? ഈ ലെങ്ത്തിനെയാണ് നമ്മൾ ഒബ്റ്റ്യൂസ് ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആയിട്ട് എടുക്കാറ്. അതേപോലെ അപ്പൊ നമുക്ക് ഇവിടെയും എന്തെന്നെ കിട്ടും? ഈ ലെങ്ത് എത്രയാ? 6 സെന്റിമീറ്റർ. അപ്പൊ 8 സെന്റിമീറ്റർ മാറുന്നില്ല, ഹൈറ്റ് ആയിട്ടുള്ള 6 സെന്റിമീറ്റർ മാറുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനൊക്കെ സെയിം ഏരിയ അല്ലേ? അങ്ങനെയാണ് ഈ കൺസെപ്റ്റ് കറക്റ്റായി വരുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? എളുപ്പമുള്ള കാര്യമല്ലേ? എങ്കിൽ നമുക്ക് ഫസ്റ്റ് എക്സസൈസ് ചെയ്യാം. ഇത് വെച്ചിട്ട് നമുക്ക് പേജ് 11 പ്രോബ്ലംസ് ചെയ്യാം. അപ്പം നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ് 3, 4 and 6 centimeters. ഡ്രോ 3 ഡിഫറെൻറ്റ് റൈറ്റ് ട്രയാങ്കിൾസ് ഓഫ് സെയിം ഏരിയ. 3, 4, 6 സെൻറ്റിമീറ്റർ ഉള്ള ട്രയാങ്കിൾ വരയ്ക്കണം. എന്നിട്ടോ ഡ്രോ 3 ഡിഫറെൻറ്റ് റൈറ്റ് ട്രയാങ്കിൾസ് ഓഫ് സെയിം ഏരിയ. എന്നിട്ട് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള റൈറ്റ് ട്രയാങ്കിൾസ് വരയ്ക്കണം. അപ്പോൾ എങ്ങനെ ചെയ്യും? ആദ്യം നമുക്ക് 3, 4, 6 സെൻറ്റിമീറ്റർ ഉള്ള ട്രയാങ്കിൾ വരയ്ക്കാം അല്ലേ? അപ്പോൾ മക്കൾ ബുക്ക് എടുക്കുക. ട്രയാങ്കിൾ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. 3, 4, 6 സെൻറ്റിമീറ്റർ ഉള്ള ട്രയാങ്കിൾ നിങ്ങൾക്ക് ആരുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ വരയ്ക്കാമല്ലോ. അപ്പോൾ വരച്ചോളൂ. എപ്പോഴും നമ്മൾ മാത്സിൻ്റെ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് നല്ല ആയുധങ്ങൾ വേണം. സൈഡൊക്കെ മാഞ്ഞു പോയിട്ടില്ലാത്ത സ്കെയിലും നല്ല ഷാർപ്പൺ ചെയ്ത പെൻസിലും ഒക്കെ വേണം കേട്ടോ, നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ. അപ്പോൾ നമ്മളിത് 6 സെൻറ്റിമീറ്റർ ആണ് ബേസ് ആയിട്ട് എടുക്കുന്നത്. ഏത് സൈഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ബേസ് ആയിട്ട് എടുക്കാം. 6 സെൻറ്റിമീറ്റർ ബേസ് എടുത്തു. എന്നിട്ട് എന്താ അവർ തന്നിരിക്കുന്നത്? 3 and 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് 3ഉം 4ഉം സെൻറ്റിമീറ്ററുള്ള കോമ്പസിലെടുത്ത് ആർക്ക് കട്ട് ചെയ്യണം അല്ലേ? സൈഡ്സ് മാർക്ക് ചെയ്തു. അതിന് ശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്? ഡ്രോ 3 ഡിഫറെൻറ്റ് റൈറ്റ് ട്രയാങ്കിൾസ്. 3 റൈറ്റ് ട്രയാങ്കിൾസ് വരയ്ക്കണം. അപ്പം അതിന് വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യത്തെ ട്രയാങ്കിൾ വരയ്ക്കാൻ നമുക്ക് ഈ 6 സെൻറ്റിമീറ്റർ ബേസ് ആക്കിക്കൊണ്ട് ആദ്യത്തെ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. ഈ ബേസ് ആയിട്ടുള്ള 6 സെൻറ്റിമീറ്ററിന് പാരലൽ ആയിട്ടുള്ള ലൈൻ വരയ്ക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പാരലൽ ലൈൻ വരയ്ക്കുന്നത്? ഇങ്ങനത്തെ 90 ഡിഗ്രി സെറ്റ് സ്ക്വയർ ഇല്ലേ മക്കളുടെ അടുത്ത്? 90 ഡിഗ്രി സെറ്റ് സ്ക്വയർ എടുക്കാം. ഇവിടെ 90 ഡിഗ്രി വരുന്ന രീതിയിലുള്ള സെറ്റ് സ്ക്വയർ അതെടുത്ത ശേഷം നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമുക്ക് ഏത് ലൈനിനാണോ പാരലലായിട്ട് വരയ്ക്കേണ്ടത് ആ ലൈനിൽ നമ്മുടെ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വയ്ക്കും. അതിനുശേഷം നമ്മുടെ സ്കെയിൽ എടുക്കുക. ഈസി ആയിട്ടുള്ള മെത്തേഡ് ആട്ടോ മിസ് പറയണേ. സ്കെയിൽ എടുക്കുക. ആ സ്കെയിൽ എന്ത് ചെയ്യുക? നമ്മുടെ സെറ്റ് സ്ക്വയറിൻ്റെ ഈ വശം ഇല്ലേ അവിടെ നല്ല കൃത്യമായിട്ട് വെച്ചിട്ട് ഇനി ഈ സ്കെയിൽ അനങ്ങാൻ പാടില്ല. ആര് മാത്രമേ നീങ്ങുള്ളൂ?
ഇനി നമ്മൾ നമ്മുടെ ഇതിനെ നമ്മളിങ്ങനെ ആവശ്യാനുസരണം സ്ലൈഡ് ചെയ്യും. ആരെ? നമ്മുടെ സെറ്റ് സ്ക്വയറിനെ സ്ലൈഡ് ചെയ്യും. കണ്ടോ? അപ്പോൾ നമ്മുടെ എവിടെയാണ് ബേസ് ഇരിക്കുന്നത്? ഈ ലൈനയിൽ 6 സെൻറ്റിമീറ്റർ ലൈനയിൽ. ആരുടെ? നമ്മുടെ ഈ സെറ്റ് സ്ക്വയറിൻ്റെ. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സൈഡിൽ സ്കെയിൽ വെച്ചത്. സ്കെയിൽ ഇനി അനങ്ങരുത്. പകരം നമ്മൾ എന്ത് ചെയ്യും? ഈ സെറ്റ് സ്ക്വയറിനെ നമ്മളിത് ഇങ്ങനെ മുകളിലേക്ക് മെല്ലെ മൂവ് ചെയ്ത് നമുക്ക് എവിടെയാണോ ലൈൻ വരയ്ക്കേണ്ടത് അവിടെ എത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. കണ്ടോ? ഈ വെർട്ടെക്സിൽ കൂടെ അല്ലേ നമുക്ക് ലൈൻ വരയ്ക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ അവിടെ എത്തിയപ്പോൾ നമ്മുടെ സെറ്റ് സ്ക്വയർ മൂവ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു. ഇനി നമുക്ക് ഈ സ്കെയിൽ ഇവിടുന്ന് മാറ്റാം. എന്നിട്ട് ഇനി നമ്മളിവിടെ ഒരു ലൈൻ വരച്ചാൽ അതെന്താകും? പാരലൽ ടു 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതേ നമ്മുടെ ലൈൻ പാരലൽ ലൈൻ വരയ്ക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നമ്മുടെ പാരലൽ ലൈൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ഇനി ഇതിനെ കുറച്ചും കൂടി ലെങ്തി ആയിട്ട് ഇത് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കണമെങ്കിൽ നമുക്ക് നീട്ടി വരയ്ക്കാം. ഇങ്ങനെ നമ്മൾ കുറച്ച് ലെങ്തി ആയിട്ട് വരച്ചു. ഇവർ പറഞ്ഞത് എന്താ നമ്മളോട്? 3 ഡിഫറെൻറ്റ് റൈറ്റ് ട്രയാങ്കിൾസാണ് പറഞ്ഞത്. നമുക്ക് ആദ്യം 2 എണ്ണം വരയ്ക്കാം. ഒന്ന് എന്താണ്? ഈ വെർട്ടെക്സ് വെച്ചിട്ടൊരു റൈറ്റ് ട്രയാങ്കിൾ. പേര് കൊടുക്കാം നമുക്കിതിനെ ABC എന്ന് വിളിച്ചു, ഇപ്പോൾ ഉള്ള നമ്മുടെ ട്രയാങ്കിളിനെ. ഇനി അടുത്തത് നമുക്ക് ഈ എയിൽ വെച്ചിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യാം. എയിൽ വെച്ചിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്ത് ആദ്യത്തെ ട്രയാങ്കിൾ എവിടെ വരണം? നമ്മുടെ ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ വെർട്ടെക്സ് ഈ പാരലൽ ലൈനിൽ വരണം കേട്ടോ. അപ്പോൾ നമ്മൾ 90 ഡിഗ്രി മാർക്ക് ചെയ്തേക്കുന്നത് പുറത്താണ്, കുഴപ്പമില്ല. നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ എവിടെ വരെ വരച്ചാൽ മതി? ഇവിടെ വരെ വരച്ച് നിർത്താം. ഇവിടെ വരെ വരച്ച് നിർത്തിയിട്ട് അടുത്ത ട്രയാങ്കിൾ എങ്ങോട്ട് കൺസ്ട്രക്ട് ചെയ്യണം? ബേസ് AC തന്നെ ആയിരിക്കണ്ടേ? അപ്പോൾ AC ബേസ് ആയിക്കൊണ്ട് നമ്മുടെ സെക്കൻഡ് ട്രയാങ്കിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. കിട്ടിയോ? അപ്പോൾ ഇവിടെ എന്താ വരുന്ന ട്രയാങ്കിളിൻ്റെ ആംഗിൾ? 90 ഡിഗ്രി. ഒന്നാമത്തെ ട്രയാങ്കിൾ, അതിന് പേര് കൊടുക്കുക ABCD. ഇനി അപ്പോൾ ട്രയാങ്കിൾ ACD ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. ഇനി ഇതേപോലെ നമുക്ക് വേറൊരെണ്ണം കൺസ്ട്രക്ട് ചെയ്യാൻ. നമുക്കിനി അടുത്തത് ഈ വെർട്ടെക്സിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്യാം. ഈ വെർട്ടെക്സിൽ നിന്ന് നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് റൈറ്റ് ട്രയാങ്കിൾ ആകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ C എന്ന് പറയുന്ന വെർട്ടെക്സിൽ നമ്മുടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യാം, തൊട്ടുമുമ്പേ ചെയ്ത പോലെ. അതിന് ശേഷം എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ 90 ഡിഗ്രി ലൈൻ വരയ്ക്കും. അതിന് ശേഷം ഇതും തമ്മിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ബേസ് മാറരുത്, AC തന്നെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ട്രയാങ്കിൾ കിട്ടിയില്ലേ? നമ്മളിപ്പോൾ ഇതിനെ E എന്ന് മാർക്ക് ചെയ്തെങ്കിൽ അടുത്ത ട്രയാങ്കിൾ ഏതാണ്? ട്രയാങ്കിൾ AC ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ രണ്ടാമത്തെ റൈറ്റ് ട്രയാങ്കിളും കിട്ടി. അപ്പോൾ നമ്മളിപ്പോൾ 2 വെർട്ടെക്സ് വെച്ച് റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ ഇവർ പറഞ്ഞിട്ട് റൈറ്റ് ട്രയാങ്കിൾ തന്നെ വേണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ വെർട്ടെക്സ് വെച്ചിട്ട് ഇനി റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. പകരം നമുക്കിനി എന്ത് ചെയ്യാം? വേറൊരു വശം ബേസ് ആയിട്ട് എടുത്തിട്ട് ചെയ്യാം. വേറൊരു വശം ബേസ് ആയിട്ട് എടുത്തിട്ട്. അപ്പോൾ ഇതിൽ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം. പക്ഷെ അങ്ങനെ വരച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുമോ? അതുകൊണ്ട് മിസ്സ് താഴേക്ക് വീണ്ടും ഇതിൻ്റെ തന്നെ ഒന്നും കൂടി വരച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇതിൽ തന്നെ വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിൽ തന്നെ വെച്ച് ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ടല്ല. എന്ത് ചെയ്യാം? AB ബേസ് ആക്കിക്കൊണ്ട് നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാക്കാം. AB ബേസ് ആയിക്കൊണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം പേപ്പറിനെ ഇത് ഇങ്ങനെ തിരിച്ചു വയ്ക്കാം കേട്ടോ, നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിനി എന്ത് വേണം? AB ബേസ് എന്ന് പറഞ്ഞാൽ ഏതിൽ കൂടെയാണ് നമ്മുടെ പാരലൽ ലൈൻ പോകേണ്ടത്? C കൂടെ അല്ലേ? അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാരലൽ ലൈനിൽ നമ്മുടെ ആരെ വെച്ചു? 90 ഡിഗ്രി സെറ്റ് സ്ക്വയറിനെ വെച്ചു. അതിന് ശേഷം നമ്മുടെ സ്കെയിൽ ഇങ്ങനെ വെച്ചു. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ ബേസ് ഇരിക്കുന്ന കണ്ടാ? നമ്മൾ ഇതിനെ മൂവ് ചെയ്തിട്ട് എവിടെ എത്തിക്കണം? നമ്മുടെ ഈ പോയിന്റിൽ എത്തിക്കണം. കിട്ടിയോ? ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ദിസ് വിൽ ബി ദ ലൈൻ പാരലൽ ടു AB. ഇതിനെ നമുക്ക് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. അപ്പം നമ്മൾ AB എന്നുള്ളതിന് C കൂടെ ഒരു പാരലൽ ലൈൻ വരച്ചു. നമ്മുടെ ഏത് വെർട്ടെക്സിൽ കൂടി നമ്മൾ ഇതേപോലെ ചെയ്തിട്ട് വരച്ചാലും അതെല്ലാം എന്തായിരിക്കും? നമ്മുടെ ട്രയാങ്കിൾ ABCക്ക് സെയിം മെഷർമെൻറ്റ്, ട്രയാങ്കിൾ ABCയുടെ സെയിം ഏരിയ വരുന്ന ട്രയാങ്കിൾസാണ് നമുക്ക് കിട്ടുക. ഇനി അവർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ എന്താ? AB ബേസ് ഇവിടെ വെച്ചിട്ട് നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാക്കാം. ഏത്? B വെച്ചിട്ട് ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിതേ Bയിൽ കുത്തി, നമ്മുടെ പ്രൊട്രാക്ടർ Bയിൽ വെച്ചു. അതിനുശേഷം നമ്മളിവിടെ 90 ഡിഗ്രി മാർക്ക് ചെയ്യാണ്.
ഈ 90 ഡിഗ്രി വെച്ചുകൊണ്ട് നമുക്ക് ദേ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടം വരെ വേണ്ട, നമുക്ക് പാരലൽ ലൈൻ വഴി മതി ലെങ്ത്ത് ദേ. കണ്ടോ, ഇതും എന്താണ് 90 ഡിഗ്രി. അപ്പോൾ സെയിം ബേസ് വെച്ചിട്ട് നമുക്ക് 2 റൈറ്റ് ട്രയാങ്കിളാണ് വരയ്ക്കാൻ പറ്റുക. ഒരേ ബേസ് വെച്ചിട്ട് ഒരേ ഏരിയ ഉള്ള 2 റൈറ്റ് ട്രയാങ്കിളാണ് വരയ്ക്കാൻ പറ്റുക, 2 അറ്റത്തുനിന്നും. പിന്നെ മൂന്നാമത്തെ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ എന്ത് വേണ്ടി വരും? നമ്മൾ സൈഡ് ഒന്ന് മാറ്റി പിടിക്കണം. ദേ ഇതുപോലെ നമ്മൾ എ ബി എന്നുള്ള സൈഡിലേക്ക് മാറി, എന്നിട്ട് എ ബിക്ക് പാരലായിട്ടുള്ള ലൈൻ വരച്ചു. അതിനുശേഷം ആ വെർട്ടെക്സിൽ ഏതിലെങ്കിലും കുത്തിയിട്ട്, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് വരയ്ക്കാം കേട്ടോ. ഈ എ എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് നമുക്കിവിടെ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. അപ്പോൾ 3 എന്നുള്ളതിന് വരെ എന്താവും നമ്മുടെ അടുത്ത്? 4 റൈറ്റ് ട്രയാങ്കിൾ ആവും. ഇവിടെ നിന്ന് ഇപ്പുറത്തുനിന്ന് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ കണ്ടോ, അപ്പോൾ ഇത് അടുത്ത റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. ഇത് 4ാമത്തെ റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പേര് കൊടുക്കാം? എ ബി സി ഡി ഇ ഒക്കെ നമ്മൾ കൊടുത്തു, എഫ് ജി. അപ്പോൾ ഇവിടെയും കിട്ടി നമുക്ക് എന്ത്? 2 റൈറ്റ് ട്രയാങ്കിൾ. ഏതൊക്കെയാണ്? എ ബി എഫും എ ബി ജിയും. അപ്പോൾ അതിൻ്റെ താഴെ എഴുതാലോ, ട്രയാങ്കിൾ എ ബി എഫ് ആൻഡ് ട്രയാങ്കിൾ എ ബി ജി are another 2 right triangles of same area. ആരുടെയാണ് സെയിം ഏരിയ? ആസ് ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയുടെ സെയിം ഏരിയ വരുന്ന 4 റൈറ്റ് ട്രയാങ്കിൾസ് നമ്മൾ വരച്ചു. ഏതൊക്കെയായിരുന്നു? എ സി ഡി, എ സി ഇ, എ ബി എഫ്, എ ബി ജി ആൻഡ് ഇനി നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എ ബി ബേസ് ആയിട്ടല്ലേ എടുത്ത് വരച്ചത് മക്കൾ? നമ്മൾ എ സി ബേസ് ആയിട്ട് എടുത്ത് വരച്ചു, എ ബി ബേസ് ആയിട്ട് എടുത്ത് വരച്ചു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ബി സി ബേസ് ആയിട്ട് എടുത്ത് വരച്ചാൽ വീണ്ടും കിട്ടും 2 റൈറ്റ് ട്രയാങ്കിൾ. മനസ്സിലായല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദേ, ഡ്രോ എ ട്രയാങ്കിൾ ഷോൺ ബിലോ ഇൻ യുവർ നോട്ട്ബുക്ക്. താഴെ തന്നിരിക്കുന്ന ട്രയാങ്കിൾ നമ്മുടെ നോട്ടിലേക്ക് വരയ്ക്കാൻ. എന്നിട്ടോ ഡ്രോ ട്രയാങ്കിൾ എ ബി പി. എ ബി പി എന്നുള്ള ട്രയാങ്കിൾ വരയ്ക്കണം. ബി സി ക്യൂ എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ വരയ്ക്കണം. സി എ ആർ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ വരയ്ക്കണം. സെയിം മെഷർ ആസ് ദ ഗിവൺ ട്രയാങ്കിൾ. എന്നിട്ടോ അതിൽ തന്നിട്ടുണ്ട്, ഓരോന്നും വരയ്ക്കുമ്പോഴത്തെ അളവുകൾ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ വരയ്ക്കണം. അപ്പോൾ ആദ്യത്തെ എന്താ നമുക്ക് തന്നിരിക്കണേ? ബി എ പി 90 ഡിഗ്രി ആയിട്ട് വരയ്ക്കണം. ബി എ പി. അപ്പോൾ നമ്മൾക്ക് ഈ വെർട്ടെക്സിൽ നിന്നാണ് 90 ഡിഗ്രി വരയ്ക്കേണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ ആദ്യം നമുക്ക് ഈ ട്രയാങ്കിൾ വരയ്ക്കണ്ടേ? ട്രയാങ്കിൾ വരയ്ക്കാൻ അറിയാലോ, വേഗം വരച്ചോ. ട്രയാങ്കിളൊക്കെ വരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ സൈഡിൽ വെറുതെ ഒരു റഫ് ഫിഗർ ആദ്യം വരച്ചിടുന്നത് നല്ലതാണ് കേട്ടോ. ഇതെങ്ങനെ എ ബി സി, ഷേപ്പൊന്നും കറക്റ്റ് ആവണമെന്നൊന്നുമില്ല. എ ബി സി ട്രയാങ്കിൾ. ഇവിടെ 7 സെൻറ്റിമീറ്റർ നമുക്ക് മാർക്ക് ചെയ്യണം. ഇത് 60 ഡിഗ്രി, ഇത് 5 സെൻറ്റിമീറ്റർ. ഇങ്ങനത്തെ ട്രയാങ്കിൾ. അപ്പോൾ നമ്മൾ ആദ്യം 7 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഇപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ റെഡിയായി. ഇനി നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? ആദ്യത്തെ ട്രയാങ്കിൾ എ ബി പി. അപ്പോൾ എ ബി പി എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കണം കേട്ടോ, ബേസ് ഏതാ വരുന്നത്? എ ബി ഉണ്ട്. അപ്പോൾ എ ബി ബേസ്. പി എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? ഓപ്പോസിറ്റ് വെർട്ടെക്സിലാണ് അല്ലേ വരുന്നത്? പി എ ബി ബേസ് ആണ്. അപ്പോൾ പി എന്ന് പറയുന്നത് ഏതിൽ കൂടെ വരണം? സിയിലൂടെ നമ്മൾ വരയ്ക്കുന്ന പാരലൽ ലൈനിലാണ് നമ്മുടെ പി വരാൻ പോണത്. അപ്പോൾ നമുക്ക് സിയിലൂടെ പാരലൽ ലൈൻ വരയ്ക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മുടെ 90 ഡിഗ്രി സെറ്റ് സ്ക്വയർ എടുക്കുക. ദേ ബേസ് ഇതുമ്പോൾ ഇങ്ങനെ വയ്ക്കുക, കറക്റ്റ് ആക്കിയിട്ട്. അതിന് ശേഷം നമ്മുടെ സ്കെയിൽ എടുക്കുക. സ്കെയിൽ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് ഇതിനിങ്ങനെ മുകളിലേക്ക് സ്ലൈഡ് ചെയ്യാം. ഉണ്ടോ? അപ്പോൾ നമ്മുടെ പാരലൽ ലൈൻ റെഡിയായി. ഇത് നമ്മുടെ പാരലൽ ലൈൻ. നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ട് നീട്ടി വരച്ചോ കേട്ടോ, പിശുക്കൊന്നും വേണ്ട കേട്ടോ. അതിന് ശേഷം നമുക്ക് എന്ത് വേണം? അവർ പറഞ്ഞേക്കുന്നത് എന്താ? ബി എ പി. നമുക്കറിയാം ആംഗിൾ ബി എ പി ആണ് അവർ 90 ഡിഗ്രി മാർക്ക് ചെയ്യാൻ പറഞ്ഞേക്കണേ. അപ്പം നമ്മൾ ഇപ്പോഴും നോക്കണം, നടുവിലത്തെ ലെറ്റർ എവിടെയാണോ അവിടെയാണ് നമ്മുടെ ആരെ വെക്കണ്ടേ? പ്രൊട്രാക്ടറിനെ വെക്കണ്ടേ. അപ്പോൾ ബി എ പി എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യേണ്ടത്? എയിൽ നിന്ന്. അപ്പോൾ നമ്മളിതിവിടെ വെച്ചു, 90 ഡിഗ്രി മാർക്ക് ചെയ്യാൻ പോവാണ്.
ഇവിടെ വരും നമ്മുടെ 90 ഡിഗ്രി. അപ്പോൾ അങ്ങോട്ട് നമ്മൾ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യാം. ഇങ്ങനെ ഈ ട്രയാങ്കിളിൻ്റെ പേരെന്താ തന്നിട്ടുണ്ട്, എന്താന്ന് BABP. അപ്പോൾ ഈ പോയിന്റ് P ആണ്. നമുക്ക് ഇഷ്ടമുള്ളത് മാർക്ക് ചെയ്യാൻ പറ്റില്ല, അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ P മാർക്ക് ചെയ്തു. കിട്ടിയല്ലോ. ഇവിടെ എത്ര മെഷർമെൻറ്റ്? 90 ഡിഗ്രി. 90 ഡിഗ്രി എന്നുള്ളത് എഴുതണ്ടല്ലോ, ഈ സ്ക്വയർ ഇട്ട് കഴിഞ്ഞാൽ 90 ആണെന്നറിയാം. അടുത്ത എന്താ നമ്മളോട് ചോദിച്ചേക്കണേ? BCQ എന്നുള്ള ട്രയാങ്കിൾ വരയ്ക്കണം. വിത്ത് എന്താണ് ആംഗിൾ? BCQ = 60 ഡിഗ്രി. അപ്പോൾ BCQ, അപ്പോൾ ബേസ് ഏത് വരണം മക്കളെ? BC ബേസ് ആയിട്ട് വരണം അല്ലേ? BCQ എന്ന് പറയുമ്പോൾ BC ആണ് ബേസ് ആയിട്ട് വരണ്ടേ. അപ്പോൾ നമുക്കിതിനെ ടേൺ ചെയ്യാം. ഏത് വരുത്താം? BC നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ വയ്ക്കാം. BCQ. അപ്പോൾ Q എന്ന് പറയുന്നത് എവിടെ വരും? BCക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടെക്സിൻ്റെ പാരലൽ ലൈൻ. അപ്പോൾ BCക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടെക്സ് ഏതാ? എയിലൂടെ നമുക്കൊരു പാരലൽ ലൈൻ വരയ്ക്കണം. BCയിൽ നമ്മൾ വെച്ചു. BCയിൽ നമ്മൾ വെച്ചു, നമ്മുടെ സ്കെയിൽ എടുത്തു, ഇതിവിടെ ഫിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മളിത് ഇതിനെ ഇങ്ങനെ മുകളിലേക്ക് സ്ലൈഡ് ചെയ്യാണ്. സ്ലൈഡ് ചെയ്ത് എയിലെത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. കണ്ടോ? ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഇനി നമുക്ക് വേറൊരു കളറും കൊണ്ട് വരയ്ക്കാണ്ടേ. ഈ കളർ വരയ്ക്കാം. ഇതേതിന് പാരലലായിട്ടുള്ള ലൈനാണ്? നമ്മുടെ BCക്ക് പാരലലായിട്ടുള്ള ലൈൻ. ഇതും അതേപോലെ നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ട് നീട്ടി വരയ്ക്കാം. ഓക്കെ. എന്നിട്ട് അവരെന്താ പറഞ്ഞേക്കണേ? BCQ. അപ്പം സിയിൽ നിന്നാണ് ആംഗിൾ BCQ ആണ് 60 ഡിഗ്രി എന്ന് തന്നേക്കുന്നത്. ആംഗിൾ BCQ 60 ഡിഗ്രി. അപ്പോൾ സിയിൽ വെച്ചിട്ട് വേണ്ടേ നമ്മൾ ഇനി ആംഗിൾ എടുക്കാൻ? അപ്പോൾ സിയിൽ നമ്മുടെ പ്രൊട്രാക്ടർ വയ്ക്കുക. അതിനുശേഷം 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഓക്കെ, 60 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നമ്മുടെ ട്രയാങ്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ആംഗിളാണ് എന്ത് കിട്ടുന്നത്? 60 ഡിഗ്രി. നമ്മുടെ ട്രയാങ്കിളിൻ്റെ പേരെന്താണ്? BCQ. അപ്പോൾ ഈ പോയിന്റ് എന്താണെന്ന് കിട്ടി? Q ആണെന്ന് കിട്ടി. ഇനി നിങ്ങൾക്കിത് ഒരേ ഫിഗറിൽ തന്നെ ഇങ്ങനെ സൈഡ് മാറ്റി മാറ്റി പാരലൽ ലൈൻ വരയ്ക്കുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തന്നെ 2 ഫിഗറായിട്ട് വരച്ചോളൂ കേട്ടോ. അപ്പോൾ ഓരോ തവണയും നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ട്രയാങ്കിൾ ABC വരയ്ക്കണം. അത്രേ ഉള്ളൂ പ്രശ്നം. ഇനി അടുത്ത എന്താ അവർ പറഞ്ഞേക്കണേ? ACR. ACR എന്ന് പറയുമ്പോൾ നോക്കിയേ, വകുപ്പ് മാറി. ആരാണ് ബേസ് വരുന്നത്? AC ബേസ് ആക്കി വെച്ചു. നമ്മൾ AC നമ്മുടെ നേരെ തിരിച്ചു. ACR. അപ്പോൾ എന്ത് വേണം? ACക്ക് ഓപ്പോസിറ്റായിട്ട് B എന്ന് പറയുന്ന വെർട്ടെക്സിലൂടെ നമ്മൾ ലൈൻ വരയ്ക്കണം. എന്നിട്ട് ആരെ വെച്ചിട്ട് ആംഗിൾ മെഷർ ചെയ്യണം? സിയുടെ ഇവിടെ വെച്ചിട്ട് 30 ഡിഗ്രി മാർക്ക് ചെയ്യണം. എന്നിട്ട് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. അത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുമല്ലോ. ഒറ്റയ്ക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് മിസ്സിനോട് പറയാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തന്നേക്കണം. അപ്പോൾ നമ്മുടെ പ്രത്യേകത എന്താണ്? ഏത് ബേസ് വെച്ചിട്ട് വേണമെങ്കിലും ഓപ്പോസിറ്റ് വെർട്ടെക്സിലൂടെ പാരലൽ ലൈൻ വരച്ചിട്ട് അതിലേക്ക് നമ്മൾ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്താൽ ഓൾ ദോസ് ട്രയാങ്കിൾ ഹാവ് സെയിം ഏരിയ. അങ്ങനെ വരയ്ക്കുന്ന എല്ലാ ട്രയാങ്കിൾക്കും എന്തായിരിക്കും? സെയിം ഏരിയ ആയിരിക്കും. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നോക്കിയേ, എന്താ പറഞ്ഞേക്കുന്നത്? ഡ്രോ എ സർക്കിൾ ആൻഡ് എ ട്രയാങ്കിൾ. ഒരു സർക്കിളും വരയ്ക്കണം, ട്രയാങ്കിളും വരയ്ക്കണം. എന്ത് കണ്ടീഷൻ വെച്ചാൽ വരയ്ക്കണ്ടേ? വിത്ത് വൺ വെർട്ടെക്സ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് ദ അതർ 2 ഓൺ ദ സർക്കിൾ. അതായത് നമ്മളോട് അളവൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള അളവിൽ സർക്കിൾ വരയ്ക്കാം. എന്നിട്ടോ ആൻഡ് എ ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിളും വരയ്ക്കണം. എങ്ങനെ? വിത്ത് വൺ വെർട്ടെക്സ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. സർക്കിളിൻ്റെ സെൻറ്ററിൽ വരണം ഒരു വെർട്ടെക്സ്. പിന്നെയോ ആൻഡ് ദ അതർ 2 ഓൺ ദ സർക്കിൾ. ഓക്കെ, നമുക്കങ്ങനെ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? ഡ്രോ അനദർ ട്രയാങ്കിൾ ഓഫ് സെയിം ഏരിയ വിത്ത് ഓൾ ദ വെർട്ടിസസ് ഓൺ ദ സർക്കിൾ. എന്നിട്ട് വേറൊരു ട്രയാങ്കിൾ വരയ്ക്കണം വിത്ത് ഓൾ ദ വെർട്ടിസസ് ഓൺ ദ സർക്കിൾ. അപ്പോൾ ആദ്യത്തേൻ്റെ വെർട്ടെക്സ് 2 സർക്കിളുമേയും 1 എവിടെയാണ്? സെൻറ്ററിലും. രണ്ടാമത്തെ വരയ്ക്കുമ്പോൾ എന്ത് വേണം? എല്ലാ വെർട്ടെക്സും സർക്കിളുമേ വരണം. ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം ആണോ? വായിച്ചപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. അല്ല കേട്ടോ, സിമ്പിളാണ്. നമുക്ക് ആദ്യം നോക്കാം എങ്ങനെയാണ് വരയ്ക്കണേന്ന്. ഇവർ പറഞ്ഞ പ്രകാരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിലുള്ള സർക്കിൾ വരയ്ക്കാം. ഇങ്ങനൊരു സർക്കിൾ വരച്ചു. എന്നിട്ട് അവരെന്താ പറഞ്ഞേക്കുന്നത്?
ആൻഡ് എ ട്രയാങ്കിൾ വരയ്ക്കണം എങ്ങനെയാണ്? വിത്ത് 1 വെർട്ടെക്സ് അറ്റ് ദ സെൻറ്റർ. അപ്പോൾ ഈ സെൻറ്ററിൽ വരണം ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സ്. അപ്പോൾ സെൻറ്ററിനെ നമ്മൾ സി എന്ന് മാർക്ക് ചെയ്തു. ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സ് സെൻറ്ററിലും ആൻഡ് അതർ 2 വെർട്ടിസസ് ഓൺ ദ സർക്കിൾ. മറ്റ് 2 വെർട്ടിസസ് എവിടെ വരണം? സർക്കിളുമേ വരണം. അപ്പം നമുക്ക് അതേ ആദ്യം നമുക്ക് ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെയ്യാം? ഇതുപോലൊരു കോഡ് വരയ്ക്കാം. ഇങ്ങനൊരു കോഡ് വരച്ചു. ഈ കോഡിൻ്റെ 2 അറ്റങ്ങൾ നമ്മൾ സർക്കിളിലേക്ക് മുട്ടിക്കുകയാണെങ്കിൽ ഇവർ പറഞ്ഞ പ്രകാരമുള്ള ഒരു ട്രയാങ്കിൾ ആയില്ലേ നോക്കിയേ. 2 വെർട്ടെക്സ് സർക്കിളുമേ, 3ാമത്തെ വെർട്ടെക്സ് സെൻറ്ററിൽ. ഇതല്ലേ അവർ പറഞ്ഞേക്കണേ? ഓക്കെ. അപ്പോൾ അവർ പറഞ്ഞ പ്രകാരമുള്ള ഒരു സർക്കിളും ട്രയാങ്കിളും ഫസ്റ്റ് കേസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. എന്നിട്ട് എന്താ അവർ പറഞ്ഞേക്കണേ? ഡ്രോ അനദർ ട്രയാങ്കിൾ ഓഫ് സെയിം ഏരിയ. ഈ ട്രയാങ്കിളിൻ്റെ അതേ ഏരിയ ഉള്ള മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കണം വിത്ത് ഓൾ ദ വെർട്ടിസസ് ഓൺ ദ സർക്കിൾ. കണ്ടീഷൻ ഇതാണ്, 3 വെർട്ടെക്സും സർക്കിളുമേ ആയിരിക്കണം, ഇതേ അളവും ആയിരിക്കണം, ഏരിയ മാറാനും പാടില്ല. അളവെന്ന് വെച്ചാൽ ഏരിയയുടെ അളവ് മാറാൻ പാടില്ല. അപ്പോൾ എങ്ങനെ ചെയ്യും? നമ്മളിപ്പോൾ പഠിച്ച തിയറം നമ്മൾ പ്രയോഗിക്കും അല്ലേ? എങ്ങനെയാണ് പ്രയോഗിക്കാൻ പോകുന്നേ? നമുക്ക് ഈ ബേസ് മാറണ്ടല്ലോ, ഈ 2 വെർട്ടെക്സ് സർക്കിളുമേ ആണല്ലോ. അപ്പോൾ അതിനെ നമ്മൾ മാറ്റുന്നില്ല. നമ്മൾ ഇതിനെ എ ബി എന്ന് പേര് കൊടുത്തു. എ ബിനെ അങ്ങനെ തന്നെ നിർത്തും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ 3ാമത്തെ വെർട്ടെക്സ് ആയിട്ടുള്ള സിയിലൂടെ എ ബിക്ക് പാരലലായിട്ടുള്ള ലൈൻ വരയ്ക്കും. അപ്പോൾ നമുക്കറിയാം എ ബിക്ക് പാരലലായിട്ടുള്ള ലൈൻ എന്ന് വെച്ചാൽ ആരായിരിക്കും? നമ്മുടെ ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ അല്ലേ? അപ്പോൾ ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കണേ. പക്ഷേ കണ്ടീഷൻ ഉണ്ട്, എ ബിക്ക് പാരലലായിരിക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചു നമ്മുടെ സെറ്റ് സ്ക്വയർ. അതിന് ശേഷം നമ്മുടെ സ്കെയിൽ ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്തു. എന്നിട്ട് നമ്മളിതിനെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് എവിടേക്ക് കൊണ്ടുവരും? സ്ലൈഡ് ചെയ്ത് നമ്മുടെ സിയിലേക്ക് കൊണ്ടുവരും. ഓക്കെ, സിയിലെത്തി. അതിന് ശേഷം നമ്മളിത് ഇവിടെ ഇങ്ങനെ പാരലൽ ലൈൻ വരയ്ക്കും. അതിന് ശേഷം നമുക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് എന്ത് ചെയ്യാം? ഈ 2 സൈഡിലേക്കും ടച്ച് ചെയ്യിപ്പിക്കാം. കിട്ടിയല്ലോ. ഇപ്പം നമുക്ക് എ ബിക്ക് പാരലലായിട്ടുള്ള ലൈനായി. അങ്ങനെയാണെങ്കിൽ ഇനി പറയണ തരത്തിലുള്ള ട്രയാങ്കിൾ നമുക്ക് എത്ര എണ്ണം കൺസ്ട്രക്ട് ചെയ്യാം മക്കളെ? വേണമെങ്കിൽ ഇതും ഈ ഒരു പോയിൻ്റ് എടുത്തു എന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് ഇവർ പറഞ്ഞ പോലത്തെ ഒരു ട്രയാങ്കിൾ കിട്ടില്ലേ? നോക്കിയേ, എയും ബിയും ഈ പോയിൻ്റ്, സർക്കിളിൽ ഒരു പോയിൻ്റ്, അതിനെ നമ്മളിപ്പോൾ പി എന്ന് വിളിച്ചു എന്ന് വിചാരിക്കും. എ പി നമ്മൾ ജോയിൻ ചെയ്തു. കണ്ടോ? എ പി ബി നോക്കിയേ. ഈ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടെക്സും സർക്കിളുമേ അല്ലേ? ബേസ് ആണെങ്കിൽ എ ബി തന്നെയല്ലേ? പി സിക്കും എ പി ബിക്കും സെയിം ഏരിയ അല്ലേ? എന്തുകൊണ്ട്? 2 പേർക്കും സെയിം ബേസ് ആണ് അല്ലേ? അതേപോലെ പി എന്ന് പറയുന്ന 3rd വെർട്ടെക്സ് കിടക്കുന്നതും സി എന്ന് പറയുന്ന 3rd വെർട്ടെക്സ് കിടക്കുന്നതും ഈ ബേസിന് പാരലലായിട്ടുള്ള ലൈനിലല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും എ ബി സി ആൻഡ് എ ബി പി ഹാവ് സെയിം ഏരിയ. ഇനി വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടെ വരയ്ക്കാം. ഇവർ പറഞ്ഞ പോലത്തെ കണ്ടീഷൻ വെച്ചിട്ട് ഏതാ നമുക്കിനി വരയ്ക്കാൻ പറ്റുക? നമ്മളിപ്പോൾ ഇങ്ങോട്ടൊരു ട്രയാങ്കിൾ വരച്ചു എന്ന് വിചാരിക്കാം. ഈ വെർട്ടെക്സ് വെച്ചിട്ട് കണ്ടോ? അപ്പം നോക്കിയേ, അവിടെയും എയും ബിയും ഈ വെർട്ടെക്സിനെ നമ്മൾ ക്യൂ എന്ന് മാർക്ക് ചെയ്താൽ എ ബി ആൻഡ് ക്യൂ ഓൾ ദ 3 വെർട്ടിസസ് ആർ ഓൺ ദ സർക്കിൾ. അപ്പോൾ അതും ഈ പറഞ്ഞ കണ്ടീഷൻ പാലിക്കുന്നതാണ്. എന്ത്? എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന് ഈക്വൽ ആയിട്ടുള്ള ഏരിയ. നമ്മളോട് ഒരെണ്ണം കേട്ടോ ചോദിച്ചേ. നമ്മൾ എന്താ പറയുക, പൂ ചോദിച്ചാൽ പൂക്കാലം കൊടുക്കുന്നു എന്ന് പറഞ്ഞ പോലത്തെ ഭയങ്കര നല്ല മനസ്സുള്ളവരാണേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരെണ്ണം ചോദിച്ചപ്പോൾ നമ്മളിപ്പോൾ 2 എണ്ണം കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദെയർഫോർ ട്രയാങ്കിൾ എ പി ബി ആൻഡ് ട്രയാങ്കിൾ എ ബി ക്യൂ has all 3 vertices on the circle and has equal area as triangle ABC. ട്രയാങ്കിൾ എ ബി സിയുടെ ഈക്വൽ ഏരിയയുമാണ്, അതേപോലെ 3 വെർട്ടിസസ് ഓൺ ദ സർക്കിളുമാണ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ മക്കൾക്ക് മനസ്സിലായെന്ന് മിസ് വിചാരിക്കുകയാണ്. ബാക്കി 3 ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതേപോലെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.